അന്തരിച്ച നടൻ സലീം കുമാറിൻ്റെ മൃതദേഹം ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കിയിരിക്കുന്നു. മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നു. നിരവധി ആളുകൾ ആണ്. രാവിലെ 9 മുതൽ പൊതുദർശനം ആരംഭിച്ചപ്പോൾ മുതൽ അണയാത്ത ആൾപ്രവാഹം ആയിരുന്നു പറവൂരിലെ ടൗൺ ഹാളിലേക്ക്. സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിന്ന് ഉള്ളവർ ഉൾപ്പെടെ ആണ് സലീം കുമാറിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. ഇപ്പോഴും ആ ആൾപ്രവാഹം തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, ടൗൺ ഹാളിലെ പൊതുദർശനം 1 മണി വരെ എന്നതായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ സമയം 2 മണിയായി. ഇനി മറ്റ് നടപടിക്രമങ്ങൾ, സമയക്രമം ഏത് രീതിയിലാണ് ആജ്ഞ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇനി സംസ്കാര ചടങ്ങുകളിലേക്കാണ്, വീട്ടിലേക്ക് എത്തിയ ശേഷം സംസ്കാര ചടങ്ങുകളാണ് നടക്കുക. ലാഫിംഗ് വില്ല എന്ന് പറയുന്ന സലീം കുമാറിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. രാവിലെ 9:30 തുടങ്ങിയ ഈ പൊതുദർശനമാണ് ഇപ്പോൾ ഈ 2 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. നേരത്തെ 12 മണി വരെ പൊതുദർശനം അനൗൺസ് ചെയ്തിരുന്നതെങ്കിലും പക്ഷേ അത് പിന്നീട് നീളുകയായിരുന്നു. കാരണം വലിയ ക്യൂ ആയിരുന്നു. ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുമായിരുന്നു. വലിയ ക്യൂ ആയിരുന്നു അദ്ദേഹത്തെ കാണാനെത്തിയ സിനിമാ രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, അതുപോലെ തന്നെ അദ്ദേഹത്തെ മനസ്സിൽ സൂക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന നിരവധി മലയാളികൾ, നിരവധി ആരാധകർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി പേർ, ഇവരൊക്കെയും ഇങ്ങനെ ഇതിലേക്ക്, ഈ പറവൂരിലെ ടൗൺ ഹാളിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് നിയന്ത്രണാതീതമായി പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അതിന് ഒരുക്കിയിരുന്ന സംവിധാനങ്ങളൊക്കെ പോലീസായാലും മറ്റ് വോളണ്ടിയേഴ്സ് ആയാലും ഒക്കെ വളരെ കൃത്യമായി ഒരു വലിയ ഒരു തിരക്ക് ഫീൽ ചെയ്യാതെ അത് കൊണ്ടുപോകാൻ കഴിഞ്ഞു. എന്നിരുന്നാലും 10,000-ങ്ങളാണ് വന്നു ചേർന്നത് എന്ന് വേണം പറയാൻ. ഓരോ സമയത്തും ആ വലിയ നീണ്ട ക്യൂ ഇവിടെ സംജാതമായിരുന്നു എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ അതൊന്ന് വ്യക്തമാണ്. അത്രയധികം സമയം, ഈ 9:30 മുതൽ 2 മണി വരെ നീണ്ട അത്രയധികം സമയം, ഈ സമയമൊക്കെയും ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ തിരക്കായിരുന്നു ഇവിടെ. പ്രമുഖരായ എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. സിനിമാ മേഖലയിലാകട്ടെ, രാഷ്ട്രീയ മേഖലയിലാകട്ടെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രി പി സി വിഷ്ണുനാഥ് തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ എത്തിയിരുന്നു. MLA-മാരെത്തിയിരുന്നു, MP-മാരെത്തിയിരുന്നു, ഒക്കെ നിരവധി ആളുകൾ എത്തിയിരുന്നു. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ ഇവിടെ എത്തിയിരുന്നു. അതുപോലെ സിനിമാ രംഗത്തു നിന്നും നിരവധി ആളുകൾ, നിരവധി നടന്മാർ, സംവിധായകർ, മറ്റ് ആളുകൾ, സലീം കുമാറിൻ്റെ സിനിമകളിൽ ഭാഗഭാക്കായവർ ഒക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തെപ്പറ്റി കേട്ടുകേഴ്വി ഉള്ള ആളുകൾ മാത്രം, അത് നടൻ എന്ന നിലയിൽ മാത്രം അറിയാവുന്ന ആളുകൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇവിടേക്ക് നിരന്തരം ഒഴുകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അദ്ദേഹം അവശേഷിപ്പിച്ചു പോകുന്നത് ചെറിയ കാലഘട്ടമല്ല, 30 വർഷമാണ്. അതായത് 30 വർഷത്തെ സിനിമാ ജീവിതം, 96 മുതൽ 2006 ഇന്നത്തെ ദിവസം, ഇന്നലെ രാത്രി 10:43 കൂടി ആ ഏറ അവസാനിക്കുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിക്കുന്നത് ഒരു വലിയ കലാ മൂല്യമുള്ള, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അദ്ദേഹം കാഴ്ചവെച്ച നിരവധി കഥാപാത്രങ്ങളാണ് മലയാളി. തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ തന്നെ, ആജ്ഞ പറയുന്നത് പോലെ തന്നെ, മലയാളികൾക്ക് ചിരിയുടെ സ്വർഗം സമ്മാനിച്ച നടൻ തന്നെയായിരുന്നു സലീം കുമാർ. ആ സലീം കുമാർ ആണ് വിട പറയുന്നത്. അനശ്വര കലാകാരന് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഇപ്പോൾ പറവൂരിലെ ടൗൺ ഹാളിൽ നിന്ന് പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിലയ്ക്കാത്ത ആൾപ്രവാഹമായിരുന്നു രാവിലെ 9 മണിക്ക് ആരംഭിച്ച പൊതുദർശനത്തിൻ്റെ ഭാഗമായി എത്തിയത്. ഇപ്പോഴും നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വസതിയിലേക്കും നിരവധിയായ ആളുകൾ എത്തിക്കൊണ്ടേ ഇരിക്കുക തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.